നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, പോളിംഗ് ശതമാനം പൊതുവെ കുറവായിരുന്നു വയനാട് അല്ലേ? വയനാട്ടിൽ അത് ഇപ്പം അന്വേഷിക്കുമെന്നാണ് ഇപ്പം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലൊക്കെ പറയുന്നത്. അത് ഇത്രയും കുറഞ്ഞു പോയത് എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരു അമിത ആത്മവിശ്വാസം കൊണ്ട് സംഭവിച്ചതാകാനുള്ള ഒരു സാധ്യതയില്ലേ? ഞാൻ അതിൽ അത്ഭുതം കാണിക്കുന്നില്ല. നമുക്ക് അവിടെ ഈ നോട്ടയ്ക്ക് കൂടുതൽ വോട്ട് വന്നായിരുന്നു. അതെ അതെ, ഈ ഒരു ഇമ്പാക്റ്റാണ്. അതായത് എന്തിനു വേണ്ടി വോട്ട് ചെയ്യണം? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വയനാടുകാരനാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വയനാട് പോയി വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം നിങ്ങൾ കോൺഗ്രസ്സുകാരനാണെങ്കിൽ എന്തായാലും അവർ ജയിക്കും. നിങ്ങൾ CPM-കാരനാണെങ്കിൽ എന്തായാലും തോക്കും. ഇത്രയൊക്കെ ജയിക്കുള്ളൂ കാര്യം എന്താണ് ചെയ്യും? അല്ലെങ്കിൽ പിന്നെ ആത്മാർത്ഥതയുള്ള BJP-കാരനാണ് 10 വോട്ട് കൂടുതൽ കിട്ടട്ടെ എന്ന് കരുതി അങ്ങനെയുള്ളവർ കുറവാണ്. ഇത്രയും വണ്ടിക്കൂലി മുടക്കി ആത്മാർത്ഥമുള്ള BJP-കാർ കുറവാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ആളുകൾക്കൊരു മടുപ്പുണ്ടാവും. എന്ന് മാത്രമല്ല, ഇവരൊരു ടൂറിസ്റ്റ് MP-മാരാണ് ഒരു ഫീലുണ്ട്. അതായത് ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ആവേശം കൂടുതലാണ്. കാരണം രാഹുൽ ഗാന്ധി മോദിക്കെതിരായുള്ള ആ ഒരു പടയുടെ നേതാവാണ്. അതുകൊണ്ട് അവർക്ക് ആവേശം കൊള്ളാവും. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പെങ്ങൾക്ക് എന്നാൽ നീ കൊണ്ട് പറഞ്ഞത് നടക്കേണ്ട പാർലമെന്റ് ഇരുന്നു, ഞാൻ എന്തായാലും അവിടെ പോവാണല്ലോ എന്ന് ഉറക്കും. രണ്ടുപേർക്കും ഓരോന്ന് ഉറപ്പായല്ലോ. ഒരു സീറ്റ് ഉറപ്പാക്കുന്ന ഒരു ചെറിയ പരിപാടി മാത്രമാണ്. അതുകൊണ്ട് എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. അതായത് ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലാത്ത മനുഷ്യർ വോട്ട് ചെയ്യാൻ പോയി കാണത്തില്ല. നമ്മളെല്ലാം ചർച്ച ചെയ്തതുപോലെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം കിട്ടുമെന്ന് ഇക്കണക്കിന് നമ്മളത് പണ്ടേ പറഞ്ഞിരുന്ന നമ്മളാദ്യം പറഞ്ഞിരുന്ന കാര്യമാണ്. ഒരു 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനിടയിൽ ഭൂരിപക്ഷം ചുരുങ്ങുമെന്ന് പറഞ്ഞിരുന്നത്. AICC ഒന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ വിഡ്ഢികളല്ല, അത് ഇവർ മനസ്സിലാക്കുന്നത്. ഇവരിപ്പോഴും പഴയ കാലത്ത് തന്നെ നിൽക്കുകയാണ്. അത് ഒരാവശ്യമുള്ള തെരഞ്ഞെടുപ്പായിട്ട് ആളുകൾക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ കാര്യമായിട്ട് വോട്ട് ചെയ്തു. തലമുറ അവർ അഡ്രസ്സ് ചെയ്യുന്നതുമില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഭൂരിപക്ഷം കുറവായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, BJP-ക്ക് അവിടെ വോട്ട് കൂടാൻ സാധ്യതയുണ്ട്. കാരണം ജയിക്കത്തില്ലെങ്കിൽ പോലും നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയപ്പോൾ, സ്ഥാനാർത്ഥി കിട്ടിയപ്പോൾ അവിടെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ വോട്ട് ചെയ്യുന്ന പിന്നെ അവർക്ക് കിട്ടാനുള്ള സാധ്യത വയനാട്ടിലുണ്ട്. അതേസമയം ചേലക്കര വോട്ട് കൂടി അതുകൊണ്ട് അവർക്കൊരു ആത്മവിശ്വാസം കൂടുന്നു. അതും കോൺഗ്രസ്സിന് പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണ്. കാരണം ആരാണ് ഞാൻ ചോദിച്ചു, ചേലക്കരയിലെ വോട്ട് കൂടിയെങ്കിൽ അത് CPM വിരുദ്ധ വോട്ടായിരിക്കണം, ഉറപ്പാണ്. കാരണം ഈ CPM-നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ മടുപ്പുണ്ടാവും. അത് എന്തിനാണ് വോട്ട് ചെയ്യുന്നതെന്നുള്ള ചോദ്യമുണ്ട്, സ്വാഭാവികം. കാരണം ഒന്ന് അവരുടെ ഒരു മന്ത്രിയെ അവർ വേണ്ടപ്പെടുത്തി. ഇനിയിപ്പം CPM-ന്റെ സ്ഥാനാർത്ഥി തോറ്റാലും സർക്കാരിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, പാർട്ടിക്കാർക്ക് പോലും സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു പണി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊരു വേദനയില്ലാത്ത, അതായത് ഒരു മരണമല്ലാത്ത വേദനയത്. അതായത് പിണറായിക്കുള്ളൊരു താക്കീതായി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കയറിയത്. അതുപോലെ ഇപ്പോൾ ഒരു കടുത്ത CPM വിരുദ്ധ വികാരമുണ്ട്. ഈ CPM വിരുദ്ധ വികാരത്തിൽ CPM പ്രവർത്തകർക്ക് ധൈര്യപൂർവ്വം എടുക്കാൻ പറ്റുന്ന നിലപാടാണ്. കാരണം വെച്ചാൽ സർക്കാരിനോ പാർട്ടിക്കോ ഒന്നും സംഭവിക്കത്തില്ല എന്ന് അവർക്കൊരു. അതുകൊണ്ട് രമ്യ ഹരിദാസ് ജയിക്കുമെന്ന ആത്മവിശ്വാസം കൂടാൻ ഇത് കാണും. കോൺഗ്രസ് ഞാൻ ഒരു കോൺഗ്രസ് വിളിച്ചപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ഞങ്ങൾക്ക് ആത്മവിശ്വാസം വന്നു. സുഹൃത്താണല്ലോ, അവർക്കൊരു ആത്മവിശ്വാസം വന്നു. കാരണം എല്ലാ ബൂത്തുകളിലും അവർ പോയി കൃത്യമായിട്ട് ആളെ കാണുകയും പാർട്ടി പ്രവർത്തകർ ഇടപെടുകയും ചെയ്ത് നല്ല ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സജീന്ദ്രൻ തന്നെയാണ് 3 മാസമായ സജീന്ദ്രൻ അവിടെയാണ്, മാസം കൊണ്ട് അവിടെയാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ കോൺഗ്രസിലെ നേതാവ് ഒരു സ്ഥലത്ത് പോയി താമസിച്ച് മാസങ്ങളോളം താമസിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഗ്രൗണ്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെ. അല്ല, സജീന്ദ്രൻ ഒരു ബേസുമുണ്ട്, അവിടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസുമുണ്ട് സജീന്ദ്രൻ. അപ്പം രമ്യ ഹരിദാസിന്റെ ജാതകം തെളിഞ്ഞെന്ന് വിശ്വസിക്കുന്ന ആളാണ്. 5 മാസം അവർ ജനപ്രതിനിധി അല്ലാതാവുന്നുള്ളൂ. ഇവരിപ്പം ജയിച്ച് MP ആയി പോയെങ്കിൽ ഒരു 2ാം തവണ സ്പന്ദനം കഴിഞ്ഞ ലോക്സഭ 19 പരാജയപ്പെട്ട് അവർ അരൂര് ജയിച്ചല്ലോ ഇലക്ഷൻ. പക്ഷെ അത് കഴിഞ്ഞ് അവസാനിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഈ സർക്കാരിനെതിരായ ഒരു കടുത്ത വികാരം ഇവിടെ ഉള്ളതുകൊണ്ട് ഇക്കുറി ഒരു പിടിച്ചാൽ. ഇത് മാത്രമല്ല, MP എന്ന നിലയിൽ അവർക്കെതിരെ കുറേ പരാതി വന്നിരുന്നു. ആ പരാതിയുടെ കറക്റ്റ് ഉത്തരവായിരുന്നു അവർക്കൊരു തോൽവി. അപ്പോൾ ഇത്തവണ രമ്യ അവിടെ ജയിച്ചാൽ അവർ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളുടെ ഭാഗമായി നിന്ന് അവർ അടുത്ത തവണ ഇതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഉറപ്പാക്കും. മാത്രമല്ല, ഈ മണ്ഡലം പറഞ്ഞില്ലേ, അടിസ്ഥാനപരമായി കോൺഗ്രസിന് ശക്തി കേന്ദ്രമായിരുന്ന ഒരു മണ്ഡലമാണ്. 96-ലാണ് മാറിയത്. അത് പിന്നെ കേരളത്തിലെ എല്ലാ മണ്ഡലം അങ്ങനെ ആയിരുന്നല്ലോ. തൃശ്ശൂർ ഒരു സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടുമായിരുന്നോ? കണ്ണൂർ അസംബ്ലി സീറ്റോ? അതെ, അല്ല അതിപ്പോഴും ചെറിയ വ്യത്യാസം. എന്നിട്ട് പോലും ഇന്ന് കൊല്ലത്തുകാരന് R. ശങ്കർ പോയി 60-ൽ മത്സരിച്ച സ്ഥലമാണ് കണ്ണൂർ. അല്ല, ഞാൻ ഇപ്പോഴും എൻ്റെ ഒക്കെ മനസ്സിലെ
പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ഈ 3 ജില്ലകളിൽ ഇടതുപക്ഷത്തിന് സീറ്റേ ഉണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും വെട്ടുപിടിച്ച് കിട്ടും. എനിക്ക് തോന്നുന്നു ആ ഏറ്റുമാനൂരൊക്കെ വൈക്കം വിഷൻ ഒരിക്കലും ഉപതെരഞ്ഞെടുപ്പ് 800 വോട്ടിനും കണ്ട് ജയിച്ചതാണ്. തുച്ഛമായ വോട്ടിന്. ഈ സുരേഷ് കുറുപ്പ് വരുന്നത് വരെ അതായിരുന്നു ഏറ്റുമാനൂരിൻ്റെ ഒക്കെ അവസ്ഥ. ഇപ്പൊ ഇതൊരു എന്താണ് CPM-ന്റെ ഏറ്റവും ശക്തി കോട്ടയായി മാറി ഏറ്റുമാനൂർ. ഒരവസ്ഥ ആലോചിച്ച് നോക്കി. കൊല്ലത്ത് നമ്മൾ ആലോചിച്ചു, കൊല്ലത്ത് എത്രയോ സീറ്റുകൾ എല്ലാം പോയി. അതുകൊണ്ട് അതൊക്കെ ഒരു മാറ്റമാണ്. അത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ സംഘടനാ ദൗർബല്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല സ്ഥിതി തിരിച്ചാൽ മാറും. അതുകൊണ്ട് ഇവിടെ രമ്യ ഹരിദാസിന്റെ ജാതകം തെളിയാൻ പോവുകയാണ്. രമ്യ ഇപ്പം MLA ആയാൽ അടുത്ത തവണ അവർ മന്ത്രിയാവുകയാണ്, ഉറപ്പാണ്. അതായത് ഞാൻ പറഞ്ഞപ്പോൾ ഷാഫി നിയമസഭയിൽ അടുത്ത തവണ ജയിച്ചാൽ, പാലക്കാട് നിയമസഭയിൽ അടുത്ത തവണ മത്സരിച്ച് ജയിച്ചാൽ അയാൾ അടുത്ത മന്ത്രിയാണ്. പക്ഷെ അയാൾ MP ആയി പോയി. നടക്കത്തില്ല. അതിപ്പോ അങ്ങനെ രാജിവെക്കാനാണെങ്കിൽ അടൂർ പ്രകാശ് രാജിവെക്കും. അടൂർ പ്രകാശിന് MP എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അയാൾ ഒരു ജനകീയനായ ജനനേതാവാണ്. ഈവൻ ആറ്റെങ്കിലും അയാൾ നല്ല ഗംഭീര MP ആണ്. പക്ഷേ പാർലമെന്റിൽ പോയി തന്നെ ചെയ്യാൻ വേണ്ടിട്ടാ, അത് പ്രതിപക്ഷത്തിനൊന്നും ചെയ്യാനില്ല. അപ്പം അതേസമയം മന്ത്രിയായിരുന്നു നിങ്ങൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തേനെ. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞ തോൽവിയിലൂടെ രമ്യ ഹരിദാസിന് ഒരുപക്ഷെ ജാതകം തിരിച്ച് ശക്തമായി തിരിച്ചു വരാം. പറഞ്ഞതിൽ അടുത്ത സർക്കാർ ഭരണം പറയുകയാണെങ്കിൽ മന്ത്രി അങ്ങനെ വനിതയും കൂടെയാണല്ലോ, വനിതയാണ് ഈ വിഭാഗത്തിൽപ്പെട്ട. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 3 ആഗ്രഹങ്ങളുണ്ട്, വലിയ ആഗ്രഹങ്ങൾ. ഒന്ന്, രമ്യ ഹരിദാസിന്റെ ജയം. ഞാനത് വാശിയോടെ കാത്തിരിക്കും. കാരണം ഈ രമ്യ ഹരിദാസിന്റെ തോൽവിയെക്കുറിച്ച് കുറേ വൃത്തികേടുകൾ പറഞ്ഞു നടന്നിരുന്നു. അതുകൊണ്ട് രമ്യ അത് ജയിച്ച് നെഞ്ചു വലിച്ച് നടക്കുന്നത് കാണണമെന്നുള്ള വലിയ ആഗ്രഹം. എങ്കിൽ ഞാൻ അന്ന് കാത്തിരിക്കുവാണ്. അത്ര 2 സരിൻ്റെ തോൽവി. ഈ ഡോക്ടർ സരിൻ എന്ന് പറയുന്ന കോമാളി എൻ്റെ സുഹൃത്താണ്, എൻ്റെ സുഹൃത്തായിരുന്നു, ഇനിയിപ്പോൾ അറിയില്ല. ഈ ഡോക്ടർ സരിൻ എന്ന് പറഞ്ഞ കോമാളിയുടെ നാണം കെട്ട തോൽവി, ഇതാണ് രണ്ടാമത്തത്. 3, നവ്യ ഹരിദാസ് കുറച്ചുകൂടി വോട്ട് പിടിക്കുന്നു. 2ാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിലും നല്ല സുരേന്ദ്രനേക്കാൾ വോട്ട് പിടിക്കും. ഈ 3 എൻ്റെ ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും ഞാൻ കാത്തിരിക്കുന്നത്. നമ്മുടെ വിഷയം തെരഞ്ഞെടുപ്പല്ല. നമ്മുടെ വിഷയം രാജ്മോഹൻ തേക്കടിയിൽ നടന്നു. പല മാധ്യമങ്ങളും അവഗണിച്ചൊരു വാർത്ത കൂടിയാണ്. മാതൃഭൂമി ചെറിയ വാർത്ത കൊടുത്തു. അതെന്നെ അത്ഭുതം. അതൊരു വലിയ വാർത്ത ആകേണ്ടിരുന്നൊരു വാർത്തയാണ് പലരും വലിയ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാജ്മോഹൻ ഏപ്രിലാണെന്ന് തോന്നുന്നു എറണാകുളത്ത് ഓസ്ട്രേലിയൻ പൗരത്വമുള്ള 2 ജൂത സ്ത്രീകൾ, സ്ത്രീ പുരുഷനാണെന്ന് തോന്നുന്നു, സ്ത്രീയാണ്, 2 സ്ത്രീകളാണെന്ന് തോന്നുന്നു, 2 സ്ത്രീകളാണ്. ഇവര് പോസ്റ്റർ കീറി, ഫലസ്തീൻ അനുകൂല പോസ്റ്റർ വലിച്ചു. എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഫലസ്തീനെ അനുകൂലിക്കാനും എതിർക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ പക്ഷേ അനുകൂലം മാത്രമുള്ള എതിർപ്പ് കുറവാണ്, എതിർത്ത പ്രശ്നമാണ്, എതിർത്ത വിഷയമാണ്. പക്ഷേ ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്നിരിക്കുന്നവർ അത് വലിച്ചു കയറാൻ പാടില്ല എന്ന അഭിപ്രായം എനിക്കുള്ളത്. അവർ രാഷ്ട്രീയ വിഷയത്തിന് വന്നതല്ലല്ലോ, ടൂറിസ്റ്റായിട്ട് വന്നതല്ല. പക്ഷെ അതൊരു വലിയ ക്രൈമാക്കി അവരെ നമ്മുടെ ആൾക്കൂട്ട വിചാരണ നടത്തി അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് എഴുന്നള്ളിപ്പിച്ച് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളും ചീത്ത വിളിച്ച് അവർക്കെതിരെ ഇവർ ഭയപ്പെടുത്തി കേസെടുത്തു. ഓർക്കണം, ടൂറിസ്റ്റുകളെ ഇവിടെ വന്നവർക്കെതിരെ 153 IPC 153 അനുസരിച്ച് കേസെടുത്തു. സകല പത്രങ്ങളിലും പ്രത്യേകിച്ച് മീഡിയ കൊണ്ട് മാധ്യമത്തിലൊക്കെ വലിയ വാർത്ത ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനെ അവരെ അപമാനിച്ച് അവരുടെ സൈഡിൽ നിന്ന് നോക്കുക. ഞാൻ പറയണത്, ഇപ്പം ഞാനിപ്പം വിദേശിപ്പം കാനഡയിൽ താമസിക്കുന്ന ഒരു മലയാളി ഇന്ത്യ വിരുദ്ധ പോസ്റ്റർ ഒരു സിഖുകാരൻ ഒട്ടിക്കുന്നത് കണ്ടാൽ അത് കീറാനോട് തോന്നും. പക്ഷെ കീറത്തില്ല, അവന് പേടിയുള്ളത് കാരണം നിയമകർശനമാണ്. ആ ഒരു തോന്നൽ അവർക്കുണ്ടായി. കാരണം അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തകർക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം. ലോകത്ത് ഇത്രയും ദുരിതാനുഭവിച്ച മറ്റൊരു ജനസമൂഹം ഇല്ലല്ലോ. അതാണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ അവരെ നാണം കെടുത്തിയതാണ്. എന്നിട്ട് ഇന്നലെ അവരൊരു കടയിൽ പോയി സാധനം മേടിക്കുക, ചുമ്മാ ഔദാര്യമല്ല, കാശ് കൊടുത്ത് അവരെ അകത്തോട്ട് വിളിച്ചോണ്ട് പോവുകയാണ്. അവരെ പുറത്തു നിന്നവരെ സാധാരണ നമുക്ക് തേക്കടിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെക്കാളും വിദേശികളുണ്ടെങ്കിൽ ഈ കടക്കാരെല്ലാം ഓടിയെത്തി അവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. പല വണ്ടികളിലും വരുന്നവരെ കൊണ്ട് അവിടെ നിർത്തിയിട്ട് അവരെ നേരെ കൊണ്ടുപോവുകയാണ് കടയിലേക്ക്. അല്ല, അതെങ്ങനെ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എങ്ങനെയാണ് രാജ്മോഹൻ? ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ കോവളത്ത് പോയാലും തേക്കടിയിലാണെങ്കിൽ നമ്മൾ ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കേരളത്തിൽ ചെന്നാൽ അവിടുത്തെ കടകൾ, ഈ വഴിയോര കടകൾ മുഴുവൻ കാശ്മീരികളോ അല്ലെങ്കിൽ രാജസ്ഥാനികളോ. ഇപ്പം ഞാൻ ഈ കോവളത്തോട് നമ്മൾ വൈകുന്നേരം നടക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെയൊക്കെ എല്ലാം ഈ എന്താ പറയുക കരകൗശല വസ്തുക്കളും തുണിത്തരങ്ങളും ഒക്കെ കൊടുക്കുന്നതെല്ലാം ഈ രാജസ്ഥാൻ ആ ടൈപ്പ് വടക്കേ ഇന്ത്യൻ വേഷധാരികളും വടക്കേന്റെ കടകൾ തിരുവനന്തപുരത്തുണ്ട്, കിഴക്കേക്കോട്ടയിൽ പോലും ഉണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വേറെ രസകരമായ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, തിരുവനന്തപുരത്ത് ജമ്മു കാശ്മീർ ബാങ്കിന്റെ ബ്രാഞ്ച്
ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല. ബാങ്ക് ഓഫ് ജമ്മു കാശ്മീർ, അത് നമ്മുടെ SBT പോലെ കാശ്മീരിൻ്റെ സ്വന്തം ബാങ്കാണ്. അത് തിരുവനന്തപുരത്ത് എൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു, ശാഖ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ബാങ്കുകൾ പിന്നെ അങ്ങ് അവരൊക്കെ തുടക്കമായിരിക്കും, എല്ലാവരും സാന്നിധ്യത്തിനായിരിക്കാം. അതിനകത്തൊരു സമയം എല്ലാ ബാങ്കുകളും ഞാൻ പറഞ്ഞ ഇവിടെ നമുക്ക് ഈ ഇത്രയും പ്രധാനപ്പെട്ട ബാങ്കുള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത പല ബാങ്കുകൾ അവിടെ ഉണ്ട്. സൗരാഷ്ട്ര എന്തൊക്കെ ഉണ്ട്. അതിന് പക്ഷേ ഈ എൻ്റെ ചോദ്യം, നമ്മുടെ ഇവിടെ നമുക്ക് പോലും ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ കാശുണ്ടെങ്കിൽ പോലും ഒരു കട തുടങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതെല്ലാം മറ്റേ പാർട്ടി സ്വാധീനമുള്ളവരും സാധിക്കുള്ളൂ, അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം കോവളത്തൊക്കെ കയ്യൂക്കുള്ളവർക്കാണ്, കാരണം ഈ കോവളത്തൊക്കെ ഇച്ചിരി കടയെന്നൊക്കെ നമുക്കറിയില്ല, കയ്യൂക്കുള്ളവർക്കാണ് ഈ കടയുള്ളത്. അവിടെ എങ്ങനെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ വന്ന് ഇവർ വന്ന് കട നടത്തുന്നത്? ഇത്രയും കടകൾ എല്ലായിടത്തും, നമ്മൾ എല്ലാ കേരളത്തിലെ വലിയ നഗരങ്ങളിലൊക്കെ പോയി അവരാണ് അവിടെ കട നടത്തുന്നത്. ഏറ്റവും ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യം. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഒരു സംരംഭം അനുകൂല സാഹചര്യം അല്ലതാണ്, സംരംഭം പൂട്ടിക്കാനാണ്. അല്ല, അതെങ്ങനെ സംഭവിക്കുന്നത്? അത് ഒരു വിചിത്ര കാര്യം. ഒരു പക്ഷേ ഇതിൻ്റെ പിറകിലും ഒരു അജണ്ടയും ഗൂഢാലോചനയൊക്കെ കാണും. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ തിരുവനന്തപുരത്ത് പട്ടത്ത് നമ്മൾ എപ്പോൾ ചെന്നാലും ഈ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ അവർ പേനക്ക് വിൽക്കാൻ വരുന്നവരല്ല, അവർ ശരിക്കും ഭിക്ഷ യാചിക്കുന്നവരാണ്. പക്ഷെ അവർ ബുദ്ധിപരമായി ഒരു പേന കൊടുത്തിരുന്നു. ഇപ്പം ഞാൻ ആദ്യം എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ 500 രൂപ കൊടുത്തൊരു പേന മേടിക്കാൻ വേണ്ടി. പിന്നെ എനിക്ക് മനസ്സിലായി ഇതേ ആളുകൾ തന്നെ രീതിയിലുള്ള ആളുകളാണ്. ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളെല്ലാം ഇതൊരു മാഫിയകളാണ്. ഇവരെയൊക്കെ ഈ ഭിക്ഷാടകരെ കൊണ്ടിറക്കുന്നു, ഈ പേന വിൽപ്പനക്കാരെ കൊണ്ടിറക്കുന്നു. ഇതെല്ലാം ഇറക്കിയിട്ട് ഇതെല്ലാം പോകുന്നത് മാഫിയയുടെ കൈകളിലേക്കാണ്. അപ്പം ജനങ്ങളുടെ ആ ഒരു അതിവൈകാരികതയെ, ഇപ്പം റിപ്പോർട്ടർ ചാനലും 24 ചെയ്യുന്ന ഈ അതിവൈകാരികതയെ മുതലെടുക്കുന്നത് ഇതാരും അവരാരും കണ്ടിട്ടില്ല. പക്ഷേ ഇത് സംഭവം തേക്കടിയിൽ നടന്ന ഒരു വിദേശിക്ക് നേരെ ആരും ചെയ്തില്ല. അപ്പോൾ ഇവരെ വിളിച്ചു കയറ്റിക്കൊണ്ട് പോയിട്ട് അവരോട് രാജ്യത്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇസ്രായേൽ ജൂതരാണോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞാൽ നമുക്ക് സാധനം ഇറങ്ങി പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്തൊരു അത്ഭുതകരമല്ലേ? നമ്മുടെ രാജ്യത്ത് ഒരാൾ ഇസ്രായേലി പൗരനായതുകൊണ്ട് അല്ലെങ്കിൽ ജൂതനായതുകൊണ്ട്, മതത്തിൻ്റെ പേരിൽ ഒരാൾ ജൂതനായതുകൊണ്ട്, ഓർക്കണം, ഇവിടെ എല്ലാ മതക്കാർക്കും ജീവിക്കാം, ഇവിടെ ക്രിസ്ത്യാനിക്ക് ജീവിക്കാം, ഹിന്ദുവിന് ജീവിക്കാം, മുസ്ലിം ജീവിക്കാം എന്ന് പറയുന്ന ഇവിടെ ഒരാൾ ജൂത മതത്തിൽ വിശ്വസിക്കുന്നു എന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് സാധനം തരത്തില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന ഒരവസ്ഥ എത്ര ദയനീയമാണ്. ഇത്രയും അല്ലെങ്കിൽ ഇതിന് സമാനമായ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലൂസ് ടോക്കിൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പിന്നെ ഇതിന് സർവേക്ക് പോയപ്പോൾ ഒരു കടയിൽ കയറി സർവേക്ക് കയറി, ഇസ്രായേലിൻ്റെ കാര്യം, കടവുടമസ്ഥൻ എല്ലാം സൈൻ ചെയ്ത് തന്ന് പെട്ടിയിലിട്ടെന്ന് പെട്ടെന്ന് പുള്ളി ഞാൻ നോക്കി. പെട്ടെന്ന് അതിന് മോഹഭാവങ്ങൾ മാറി. പ്രാള മനുഷ്യനാണ്. നിങ്ങളല്ലേ രാവിലെ വന്നിരുന്ന ഇസ്രായേലിനെ അനുകൂലിച്ച് ഹിസ്ബുള്ളയും ഹമാസിനെ വിമർശിക്കുന്ന ആളെന്ന് ചോദിച്ചു. അയാളെ വിധം മാറി വിട്ടെന്ന്. അല്ല, അത് പിന്നെ ഞാൻ പറഞ്ഞത് ഒരു പക്ഷേങ്കിൽ അതും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിസ്ബുള്ളയും ഹമാസും നടത്തുന്നത് സ്വാതന്ത്ര്യ സമരമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. പൗരത്വ ഭേദഗതി നിയമം വന്ന ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് നാട് വിട്ടു പോകേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഇത്ര ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഈ വഖഫിന്റെ കാര്യത്തിൽ മാത്രമേ പൊതുബോധം മാറിപ്പോയിട്ടുള്ളൂ. വഖഫിന്റെ കാര്യത്തിൽ മാത്രം ഒരു ഡിഫൻസ് മോഡിലേക്ക് മാറി. ഈ മറ്റു സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വിക്ടിം മോഡാണ് എല്ലാവരും. വിക്ടിം മോഡിൽ നിന്ന് അങ്ങോട്ട് അവതരിപ്പിക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർ വിശ്വസിക്കും ഇവിടെ ഡിഫൻസ് മോഡിലേക്ക്. ഇരവാദമാണ് എപ്പോഴും ബുദ്ധി. അത് മാറി. ഇപ്പം ഇവിടെ ഈ വഖഫ് കാര്യത്തിൽ മാത്രം ഡിഫൻസ് മോഡിലേക്ക് മാറിയവർ. അപ്പം ഈ ഒരു വിഷയം മാത്രമാണ് ഇത്തരം വിഷയം. അപ്പം ഇത് വിശ്വസിക്കുന്ന ആളുകൾ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കടയിൽ പക്ഷേ ഈ പെരുമാറിയത് അങ്ങേറ്റം മോശമായിപ്പോയി. അവരൊരിക്കലും ഒരു രാജ്യത്ത് നിങ്ങൾ ഇന്ന മതത്തിൽപ്പെട്ട ആളെന്നോട്ട് ഇറക്കി വിടുക എന്ന് പറയുന്നത്, ആ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ സിദ്ധാർത്ഥ, അയാളുടെ ഇടപെടൽ ഭയങ്കര കൃത്യമാണ്. ഞാനിന്ന് സിദ്ധാർത്ഥനെ വിളിച്ചു. സിദ്ധാർത്ഥ വിളിക്കാൻ കാര്യം വെച്ചാൽ ഇത് കണ്ടപ്പോൾ തന്നെ അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പ്രസാദ് എന്ന് പറഞ്ഞ കുമളിയിലെ ഒരു പഴയ മാധ്യമ പ്രവർത്തകനുണ്ട്. പഴയ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ദീപികയിൽ ഇടക്കാലത്ത് ദീപികയുടെ ഹൈ റേഞ്ച് എഡിഷൻ്റെ ചുമതലക്കാരനായിരുന്നു ഞാൻ. അത് ഞങ്ങളാണ് ആദ്യമായിട്ട്. ദീപികയാണ് പലപ്പോഴും ഈ മലയോര കർഷകർക്കിടയിൽ ദീപിക വലിയ സ്വാധീനമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം ഇടുക്കിയിലുള്ള ദീപിക നേരിട്ടൊരു പ്രതിസന്ധി പറഞ്ഞ് കോട്ടയത്തു നിന്ന് പത്രം അച്ചടിച്ചപ്പോൾ അവിടെ ആരും പ്രിന്റിംഗ് ഇല്ലല്ലോ, കോട്ടയത്തു നിന്ന് പത്രം അച്ചടിച്ചിട്ടാണ് ഇടുക്കിക്ക് പോകുന്നത്. അപ്പോൾ ഈ മൂന്നാറിലൊക്കെ എനിക്കൊന്ന് അവിടുന്ന് എറണാകുളത്തു നിന്ന് പോകുന്നു. ഇപ്പോൾ കട്ടപ്പന, നെടുങ്കണ്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ കോട്ടയത്തു നിന്നാണ് പോകുന്നത്. അപ്പോൾ എന്നാ പ്രശ്നം വെച്ചാൽ ഇത് അവിടെ സമയത്ത് എത്തണമെങ്കിൽ ഇതൊരു 11 മണിക്കൊക്കെ അടിക്കണം. അതുകൊണ്ട് ഈ ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് ഇടുക്കിയിലെ ഇവിടെ. അപ്പോൾ ഈ 11 മണിക്ക് തീർക്കണമെങ്കിലോ എപ്പോൾ അവിടുന്ന് സാധനം ബ്യൂറോയിൽ നിന്ന് എപ്പോൾ എത്തണം? പലപ്പോഴും ബസ്സുകൾ കൊടുത്തേക്കുന്ന പ്രശ്നമില്ലല്ലോ. അപ്പം ഇന്റർനെറ്റൊക്കെ വന്നു. ഇന്റർനെറ്റ് തുടങ്ങി സംവിധാനമായി കഴിഞ്ഞ കാലത്ത് എനിക്കൊന്ന് 98-99 കാലയളവിൽ
എന്നെ ദീപികയെന്ന് ഈ കട്ടപ്പന ഓഫീസിലേക്ക് നിയോഗിച്ചു. എന്തിനാണെന്നറിയാമോ? ബ്യൂറോയിലേക്കല്ല, പേജ് അവിടുന്ന് ചെയ്യുക. അതായത് ഇടുക്കിയിലെ മുഴുവൻ വാർത്തകളും അവിടെ ശേഖരിക്കുക. തൊടുപുഴയില്ല, ബാക്കി ഹൈറേഞ്ചിലെ മുഴുവൻ വാർത്തകൾ ശേഖരിക്കുക. എന്നിട്ട് ആ ഹൈറേഞ്ച് എഡിഷൻസ് മുഴുവൻ, ഇപ്പോൾ കട്ടപ്പനയുടെ ആണെങ്കിലും ശരി, കുമളിയുടെ ആണെങ്കിലും ശരി, മൂന്നാർ ഞങ്ങളുടെ എത്തില്ല, നമ്മുടെ ദേവികുളം, അവിടേക്ക് ഇത് ഇവിടുന്ന് ഡിസൈൻ ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരുവത്തിൽ അയക്കുക. ഡെസ്കിൽ നിന്ന് പ്രിന്റിങ്ങേ ഉള്ളൂ, ഡെസ്കിൽ ചുമതല നോട്ടം പോലും ഇല്ല, അടിക്കത്തുള്ളൂ. അന്ന് പി ടി ചാക്കോയാണ് ഡെസ്ക് ചീഫ്, നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. ചാക്കോച്ചൻ ഒരു എനിക്ക് 10 മണി 10:30 ആകുമ്പോൾ പോകും, 10:10 ആകുമ്പോൾ പോകും. അപ്പം ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു 3-4 പേജിൻ്റെ എഡിറ്റർ ആ സമയത്ത്. അപ്പോൾ എല്ലായിടത്തുനിന്നും വാർത്തകൾ ശേഖരിക്കും. ഇപ്പം നെടുങ്കണ്ടത്തൊരു ഷാജി കറുകയിൽ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു, ഇവിടെ പ്രസാദ് എന്ന് പറഞ്ഞ പയ്യനായിരുന്നു കുമളിയിലെ, സത്യൻ എന്ന് പറഞ്ഞ ഒരു പയ്യനായിരുന്നു അടിമാലിയിൽ. സത്യൻ ഒരു കവിയൊക്കെയാണ്, കോനാട്ട് സത്യൻ കോനാട്ട് കവിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇവർ കുറേ അധികം ആളുകൾ. അപ്പോൾ കട്ടപ്പനയിൽ ബ്യൂറോ പണ്ടേ ഉണ്ട് സജീവമായിട്ട്. ഫ്രാൻസിസ് ബാബു എന്ന് പറയുന്ന ഒരു ആളാണ്. അവരാ പണി തുടരുകയാണ്. ബാബു വളരെ സീനിയറാണ്. ഇപ്പം ഈ പ്രസാദ് കുമളിക്കാരൻ ഭയങ്കര രസികനായൊരു പയ്യനാണ്. അവന് നല്ല രസമാണ്. ഞാൻ എൻ്റെ കല്യാണ സമയത്തൊക്കെ അവൻ അവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എനിക്ക് ഭാര്യയെ കാണാൻ ബാംഗ്ലൂർ പോകുമ്പം നമുക്ക് സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് തരുന്ന ഈ പ്രസാദാണ്. കുമളിയിൽ നിന്ന് ബസ്സൊക്കെ കയറിയാണല്ലോ പോകുന്നത് നമ്മൾ. അപ്പോൾ ഈ പ്രസാദിനെ ഞാൻ വിളിച്ചു. അവനിപ്പം ഒത്തിരി കൂടി അവനെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചു. അപ്പം അവന് കുമളിയിലെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം അവൻ എന്നോട് ഈ കഥയെല്ലാം പറഞ്ഞു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞ് ഈ സിദ്ധാർത്ഥിൻ്റെ നമ്പർ തൊട്ട്. അപ്പം ഈ സിദ്ധാർത്ഥിൻ്റെ പേര് പ്രസാദ് ചോദിച്ചിട്ട് പറഞ്ഞില്ല, കാരണം അവന് പേടിയായി, വെറുതെ വിവാദം ഉണ്ടായി. ഞാൻ പക്ഷേ എന്ത് ചെയ്തു, നമ്മുടെ സാധാരണ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരെ വിളിച്ചപ്പോഴേ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ എന്തോ എന്ന് പറഞ്ഞ അപ്പോൾ അവൻ സിദ്ധാർത്ഥ എന്ന് ഉറപ്പായില്ലോ, പേര് വെച്ച് ചിലപ്പോൾ പറയത്തില്ല അല്ലേ. അപ്പം സിദ്ധാർത്ഥ എന്തോന്നല്ലേ പറയത്തുള്ളൂ. അപ്പം ആ പയ്യൻ അവനാണ് സത്യം പറഞ്ഞ അവൻ ഇവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചു. അക്ഷരാർത്ഥത്തിൽ ഇടപെട്ടു. വളരെ ശക്തമാണ് ആ ഒരു ഇടപെടലുണ്ട്, വളരെ ശക്തമായിരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സ് ഉയർത്തുന്ന കാര്യം തന്നെയാണ്. അവിടേക്ക് നാട്ടുകാരുടെ അങ്ങോട്ട് കൂടി എല്ലാവരും വന്നു. വ്യാപാരികൾ, കുമളിയിലെ തേക്കടിയിലെ വ്യാപാരികളെ നമ്മൾ ഈ തേക്കടി നിങ്ങൾ പോയിട്ടുണ്ട്. തേക്കടിയുടെ പ്രത്യേകത ഈ കുമളിയിൽ നിന്ന് വളരെ വളരെ അടുത്താണ്. അപ്പോൾ ഈ തേക്കടി വരെ ചിലപ്പോൾ കട കുമളി തന്നെ ആവാം, തേക്കടി നിന്ന് കുമളിയിലെ വഴിയിലാകാം. തേക്കടി ശരിക്കും കടകളാണ്. അപ്പോൾ ഈ സൈഡിലുള്ള കടകളാണ്. അപ്പം കാടാണല്ലോ, മൊത്തം കാടാണ്, മുല്ലപ്പെരിയാറിൻ്റെ റിസർവയറാണ്. അപ്പം വളരെ വൃത്തിയുള്ള സ്ഥലമാണ് കുമളി. പലപ്പോഴും നമ്മൾ ഈ തമിഴ്നാട്ടുകാരെ കുറ്റം പറഞ്ഞ് തമിഴ്നാട്ടുകാർ മുന്നേറ്റം കിടക്കുന്ന സ്ഥലം മോശമാണെന്ന് പറയും. പക്ഷേ കുമളി ഭയങ്കര വൃത്തിയുള്ള നല്ല മനോഹരമായ സ്ഥലമാണ്. അപ്പം ഞാൻ ധാരാളം പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹൈ റേഞ്ച്. ഞാൻ ബേസിക്കലി അതിൻ്റെ അടുത്ത് എരുമേലിലാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ തൊഴിലാദ്യം എന്ന് പറഞ്ഞാൽ ഈ യുവദീപം എന്ന് പറഞ്ഞൊരു മാഗസിനിലായിരുന്നു, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയിരുന്ന. അതൊരു കാഞ്ഞിരപ്പള്ളി ഡയസിസിൻ്റെ ഒരു യുവാക്കളുടെ മാസികയായിരുന്നു. പക്ഷെ ഞാൻ അതിലേക്ക് കയറുമ്പം നമ്മുടെ തോമസ് എബ്രാഹം എന്ന് പറഞ്ഞ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ NSSന് കോർഡിനേറ്റർ, അദ്ദേഹമാണ് ശരിക്കും കേരളത്തിൻ്റെ സാക്ഷരതാ പ്രോഗ്രാം തുടങ്ങുന്നത്. കണ്ണന്താനാണ് കളക്ടറായിരുന്നു, അത് അങ്ങനെ ഏറ്റെടുത്ത. അങ്ങനെയാണ് ഈ അതിരമ്പുഴ നാൽപ്പാത്തിമല കേന്ദ്രീകരിച്ചുകൊണ്ട് ഭയങ്കര നല്ല മനുഷ്യനായിരുന്നു, NSSൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹമായിട്ട് എൻ്റെ ഗുരുവിനായിരുന്നു യുവദീപം മാസികയുടെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ചീഫ് എഡിറ്റർ ആക്കിക്കൊണ്ട് ഞങ്ങളൊരു സംഘം ഈ അച്ഛനെ സഭയെ അപ്രോച്ച് ചെയ്തിട്ട് ഇതൊരു യൂത്ത് മാഗസിനാക്കി, ഒരു മതേതര യൂത്ത് മാഗസിനാക്കി, കരിയർ, യുവജനങ്ങളുടെ അങ്ങനെ ഒരു യുവതി. ആ മാഗസിനാണ് എൻ്റെ തുടക്കം, ഡിഗ്രി കഴിഞ്ഞ ഉടനെ. അപ്പം ഈ സമയത്തൊക്കെ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇടയ്ക്ക് ഒരു 2 മണിക്ക് കാഞ്ഞിരപ്പള്ളി രാത്രി 2 മണി, രാവിലെ 2 മണിക്ക് അവിടുന്ന് നെടുങ്കണ്ടം കൂട്ടാറിന് പോകുന്ന ഒരു ബസ്സുണ്ട് രാത്രിയിൽ, കോട്ടയത്തുനിന്ന് വരുന്നതാണ്, പുലർച്ചെ. ഇത് വെളുപ്പാങ്കാലത്ത് ഈ കുമളി അപ്പുറേ, അണക്കരയുടെ അപ്പുറേ ചെല്ലാർകോവിൽ എന്ന് പറയുന്ന സ്ഥലത്തിലും. ഈ ചെല്ലാർകോവിൽ എന്ന് പറയുന്ന അതിർത്തിയാണ്, തമിഴ്നാട് അതിർത്തിയാണ്. അപ്പം ഈ ചെല്ലാർകോവിൽ ചെന്നിട്ട് വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഇതിൻ്റെ ഒരു വലിയ മെട്ട, ഈ ചെല്ലാർകോവിൽ എന്ന് പറഞ്ഞ വലിയ മെട്ട, നമ്മൾ തമിഴ്നാട്ടിലൊരു കമ്പം, തേനി എല്ലാം കാണാം, കാർഷിക മേഖല മുഴുവൻ. ആ അടിഭാഗം നമ്മളിവിടെ ചെന്നൊരു മലയുടെ മണ്ടയിൽ ഒരു കാടാണ്, കാടെന്ന് പറഞ്ഞാൽ കുറ്റിക്കാടാണ്.
വലിയൊരു പാറയിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനും നമ്മുടെ കാണാം. ഞാൻ ഈ രാത്രിയിലൊക്കെ അവിടെ പോയിരിക്കുമായിരുന്നു, ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഈ ചെല്ലാർകോവിലെ എൻ്റെ ഒരു കസിൻ താമസിച്ചിരുന്നു. ലിസി എന്നാണ് അവൾ എൻ്റെ പേര്. അവളെ കെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെല്ലാർകോവിൽ ഷാജി എന്ന് പറയുന്ന വാളിപ്പിളാക്കൽ ഷാജി എന്ന് പറഞ്ഞ ആളാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവരിപ്പം കപ്പാടാ താമസം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി അവിടെ കിടന്ന് നേരം കൊണ്ട് ഉറങ്ങിയിട്ട് തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് വലിയ ബന്ധം ഈ സ്ഥലമായിട്ടുണ്ട്. ഭയങ്കര ഒരു ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മയാണ്. എൻ്റെ ഏറ്റവും അധികം ഓർമ്മ നിൽക്കുന്ന ഈ രാത്രി യാത്രയാണ്. രാത്രി യാത്ര എന്നോ തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. കാറ്റിങ്ങനെ അടിക്കും. ഈ കാറ്റത്ത് ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് പോയി നിശബ്ദമായിട്ട് കാറ്റിൽ ചെറിയ ചെറിയ കാണുമായിരിക്കും. അത് നമ്മളെ ബാധിക്കും. അന്നത്തെ കാലത്തൊന്നും ഇല്ലല്ലോ. ഇപ്പോഴല്ലേ വന്യമൃഗങ്ങളെ പേടി. വന്യമൃഗങ്ങളോ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഓർക്കുവാണ്. അതായത് എൻ്റെ അന്ന് ഇരുന്ന വീട് എരുമേലിൽ, എൻ്റെ വീട് എരുമേലിലല്ല, ഇടകടത്തി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇപ്പം റോഡരികില്ല. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു 3 പുഴ കടന്ന് ഒരു മലയുടെ മണ്ടയിലാണ്. അപ്പോൾ ഈ 3 പുഴ കടന്ന് പോകുന്ന വഴി എന്ന് പറയുന്നത് റോഡില്ല. ഒരു മനുഷ്യൻ നടന്നു തെളിഞ്ഞിരിക്കുന്ന റോഡ് മാത്രമാണ്. ഇഞ്ചക്കാടും എല്ലാം ഉണ്ട് അതിൻ്റെ സൈഡിൽ. വായനശാലയിൽ നിന്ന് എല്ലാ ദിവസവും ഈ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്കൊരു മെഴുകുതിരി വെട്ടം പോലും ഇല്ലാതെ ഈ ഒരു ഇതിലങ്ങ് പോലെ വല്ല പാമ്പും കടിച്ച് അവിടെ എല്ലാം അണലിയും മൂർഖനൊക്കെ ഇഷ്ടം പോലെ ഒത്തിരി പേര് മരിച്ചിട്ടുമുണ്ട്. അതിലൊക്കെ അങ്ങ് പോകുമല്ലേ കണ്ണു അടച്ചിട്ട്. നമുക്ക് വഴി അറിയാവുന്നതാണ് കറക്റ്റ് പോലെ. നാട്ടുമ്പുറത്താരെ സംബന്ധിച്ച് അത് എളുപ്പമാണ്, അവരങ്ങ് പോകും. അതൊക്കെ ഭാഗ്യം കൊണ്ട്. അല്ല, എനിക്കൊക്കെ പരിചയമുള്ള ഒരുപാട് പേര് പാമ്പ് കടിയിട്ട് മരിച്ചിട്ടുണ്ട്. മനോജ് എന്ന് പറഞ്ഞൊരു നടരാജൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു മകൻ, ഒരു മനോജ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനോട് പഠിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവനെ അന്ന് പമ്പയ്ക്ക് അക്കരെ അറിയാഞ്ഞിലമണ്ടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അന്നേക്ക് വഴിയൊന്നുമില്ല. ഈ അറിയാഞ്ഞിലമണ്ടിൽ നിന്ന് അവനെ സ്കൂൾ കിട്ടു വന്ന വഴിക്ക് പോയി ഈ വഴിക്ക് അപ്പുറം കൂടെ ഇറങ്ങി ചെറിയ വഴി കരിയിലെ കൂടെ നടന്നപ്പോൾ അണലി വന്ന് കളിച്ചു. എന്നിട്ട് അവനെ എടുത്തുകൊണ്ട് വരുമ്പം ഞങ്ങളൊക്കെ സ്കൂൾ വിട്ടിരിക്കുക നീലച്ചിരിക്കുകയാണ് ശരീരം, മരിച്ചു. അപ്പം അങ്ങനെയൊക്കെ എത്രയോ ആളുകൾ പാമ്പ് കടിയേറ്റ് എൻ്റെ പരിചയത്തിൽ തന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു 10 പേരിലും മരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ബാക്കിയായത് മാത്രം. പുഴയെ കൂടെ ഒഴുകാതെ വായനശാലയിൽ പോകുന്ന വഴിക്ക്, വായനശാലയിലേക്ക് പോകുമല്ലോ ഈ പുസ്തകം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ മഴ പെയ്യുമ്പോൾ തോട് കടക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുക. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെയാണ് നമ്മളിങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് ഇടയ്ക്ക് ഇറങ്ങി ചവിട്ടി നോക്കും ഒഴുകുമെന്ന്. ഇല്ല, തിരിച്ചു പോയിരിക്കും. ഒഴുകി പോയിട്ടുണ്ട്. അടുത്ത ഇതിന് പോയി കയറും. എനിവേ, അപ്പോൾ ഈ ഒരു ബന്ധം എനിക്കുള്ളത് കൊണ്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അപ്പം ഇത് വളരെ ഖേദകരമായൊരു സംഗതിയായിരുന്നു. അതിനെ പക്ഷെ നാട്ടുകാരുടെ ഒരു വകതിരിവും കൃത്യമായ ഇടപെടൽ നടത്തി. ഇത് നമ്മൾ വളരെ രസകര കാര്യം, ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. 2003 ഓർമ്മ ഉണ്ടായിരിക്കും, അന്ന് വാജ്പേയി മന്ത്രിസഭ വഹിക്കുന്ന കാലത്ത് അന്ന് ഏരിൽ ഷാരോണാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. അദ്ദേഹം ഡൽഹിയിൽ വരുന്നു ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട്. അന്ന് കേരളത്തിൽ എ മുഖ്യമന്ത്രി കെ വി തോമസ് ആണ് ടൂറിസം മന്ത്രി. കെ വി തോമസ് അദ്ദേഹത്തിന് ചെന്ന് കണ്ട് അദ്ദേഹത്തിന് ഒരു ഉപഹാരം സമർപ്പിച്ചു. അത് ഇവരുടെ ഈ കൊച്ചിയിലെ ജൂതർ അവരുടെ ആ ഒരു പഴയ കൂട്ടായ്മയുടെ എന്തോ ഒരു ഉപഹാരമാണ് അദ്ദേഹം സമർപ്പിച്ചു. CPM അന്ന് തോമസ് മാഷിൻ്റെ കോലം കത്തിച്ചിട്ടുണ്ട്. അന്ന് പിണറായി ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന് പറഞ്ഞു. തീർന്നില്ല. അന്ന് KPCC അധ്യക്ഷനായിരുന്ന കെ മുരളീധരൻ പറഞ്ഞത് തോമസ് മാഷിൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടല്ല എന്നാണ്. ഷാരോണിനെ പോയി 2003 അതായത് അപ്പോൾ 10-20 കൊല്ലം മുമ്പേ ഈ പ്രീണനം ഉണ്ട്. അതാണ് 2 കൂട്ടരും അക്കാര്യത്തിൽ. അന്ന് 2 കൂട്ടരും തോമസ് മാഷിനെ തള്ളി പറഞ്ഞു. ഇവിടെ നമ്മൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെയും ആ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്നവരാണ് ഭാരതം. നമ്മൾ എന്തെല്ലാം സഹായിക്കുന്നവർ. അവരുടെ ഇൻ്റലിജൻസ് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇവിടെ നടക്കുന്ന നമ്മളെ കാര്യങ്ങൾ അവരാദ്യം അറിയും. ആ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളിവിടെ വരുന്ന ഒരു ഇസ്രായേലി പൗരനെ ആട്ടി ഓടിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇത് ദോഷം ചെയ്യും. ഞാൻ പറഞ്ഞ എറണാകുളത്ത് സംഭവിച്ചത് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇത് സംഭവിച്ചത്. മാത്രമല്ല, ഈ കുറച്ച് നാൾ മുമ്പ് ഒരു ഒക്ടോബർ മാസത്തിലോ മറ്റാണെന്ന് തോന്നുന്നു, ശ്രീലങ്കയിൽ അവിടുത്തെ ഒരു ബീച്ചിൽ ഇതുപോലെ ഇസ്രായേൽ പൗരന്മാർ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്. അരംഗം ബേ എന്നാണ് അതിൽ, അരംഗം ബേ. അപ്പോൾ അവിടെ ഉള്ള ഇസ്രായേലുകാർക്ക് നേരെ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മളെ റോയ്ക്ക് വിവരം കിട്ടി. നമ്മളാണെന്നിട്ട് ഇസ്രായേലിനെ വിവരം അറിയിച്ചിട്ട് ഇസ്രായേൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ അടുത്ത് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ പറഞ്ഞു. ശ്രീലങ്കൻ ഇന്റലിജൻസ് ബ്യൂറോ പോലും അറിയുന്നതിന് മുമ്പ് ഇന്ത്യ അത് മനസ്സിലാക്കി. നമ്മുടെ ഒരു ഇന്റലിജൻസ് ഷെയറിങ് അങ്ങനെയാണത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ രാജ്യത്ത് മാത്രമല്ല, ഇത് സത്യം പറഞ്ഞാൽ UAPA ചുമത്താവുന്ന കുറ്റമാണ് ആണല്ലോ. കാരണം ഇവർ അധിക്ഷേപിക്കപ്പെടുകയും ഈ അധിക്ഷേപിക്കപ്പെട്ട ഒരു എംബസി പരാതിപ്പെടുകയും എംബസി വിദേശകാര്യ മന്ത്രാലയത്തിൽ കത്തയക്കുകയും ഒക്കെ ചെയ്താൽ ഉറപ്പായിട്ട് നടപടി. ഇസ്രായേൽ രാജ്യം ഇടപെടി. ഇസ്രായേൽ ഓരോ പൗരനെയും സംരക്ഷിക്കുന്ന ആളാണ്. ഓരോ പൗരന്റെയും ക്ഷേമം അന്വേഷിക്കുന്ന വീട് വയ്ക്കുമ്പോൾ ബങ്കർ വയ്ക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആള്. ഇവർക്ക് ചെന്നൈയിൽ കോൺസുലേറ്റ് ഉണ്ട്. ഇസ്രായേലിൽ ഒരിക്കൽ കോൺസുലേറ്റ് ജനറൽ ഓഫീസുമായിട്ട് എന്നെ ഒരാൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. പക്ഷെ ഞാൻ വിളിക്കാൻ പറ്റില്ല. എനിക്ക് അവർക്ക് ഇന്റർവ്യൂ എല്ലാം തരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്തിരുന്നു കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ.
അപ്പോൾ അവരത്ര പൗരന്മാരുടെ അത്ര ക്ഷേമം അന്വേഷിക്കുന്ന ഒരു രാജ്യമാണ്. ഇത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഒരു ഭിന്നതയിലേക്ക് ഇത് നയിക്കാമായിരുന്നൊരു വിഷയമായി മാറിയേനെ. തീർച്ചയായും. കാരണം രാജ്യത്തിൻ്റെ പേര് പറഞ്ഞ് മതത്തിൻ്റെ പേര് പറഞ്ഞാണല്ലോ ഇയാൾ അവമാനിച്ചേക്കുന്നത്. മതത്തിൻ്റെ പേര് പറഞ്ഞ് അപമാനി. പക്ഷെ അയാൾക്ക് ആ മറ്റേ കശ്മീരിയേക്കാൾ വിവേകമുണ്ട്. അയാൾ പറഞ്ഞു ഇന്ത്യ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാൾ ഷേക്ക് ഹാൻഡ് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞ അയാൾ പോകുന്നുണ്ട്. അല്ല, അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ത്യ ഏത് രാജ്യത്ത് വരാം, ആർക്ക് സംസാരിക്കാം, ഏത് ഭാഷ നിൽക്കാന്ന് അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാൾക്ക് ഇന്ത്യയെക്കുറിച്ച് അറിയാം, ഈ കശ്മീരിക്ക് അറിയാം. ഇന്ത്യ കാണാൻ വന്നത്. അതെ അതെ. അപ്പം ഇതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകണം. പക്ഷേ എന്നിട്ട് പോലീസ് കേസ് എന്തായാലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഈ വാർത്ത വെളി വന്നതോടുകൂടി സ്പെഷ്യൽ ബ്രാഞ്ചുകാർ IB എത്തി, റോയ് എത്തി, വിവരങ്ങൾ ശേഖരിച്ചു, ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. പിന്നെ അന്വേഷണങ്ങളായി, ഇവർക്ക് സുരക്ഷ ഒരുക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചനകളായി. വലിയ തോതിൽ മാത്രമല്ല കുമളി പോലീസ് ഓടിച്ചെന്നു. അവർക്ക് എന്തെങ്കിലും ആവശ്യം, അത് വലിയ സംരക്ഷണമായി. നാട്ടുകാർ കടയടപ്പിച്ചു, അവന്മാരെ കട പൂട്ടി. അല്ല, ചെയ്യേണ്ടതെന്ന് ശരിക്കും നമ്മുടെ മന്ത്രി അവരെ കണ്ടുപിടിച്ചിട്ട് നേരെ ക്ഷമാണ് നടത്തുന്നത് നമ്മുടെ സംസ്ഥാനത്ത്. കൊള്ളാം. അങ്ങനെ ഇപ്പം സംഭവിക്കില്ല. ഇതിന്റെ പ്രശ്നം വെച്ചാൽ ആ കശ്മീരി ഇവന്മാരി ഇറക്കി വിട്ട കശ്മീരി ഇന്നിപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്, മറ്റൊടത്തും വരാത്തതുകൊണ്ടാണ്. ഈ സാധനം ഇപ്പം മീഡിയ ആവണോ മാധ്യമം അങ്ങനെ കൊടുത്താൽ അപ്പം തന്നെ അവന്മാർ ഹീറോകളാവും. ഹീറോകളാവും മാത്രം ഫ്ലക്സ് വയ്ക്കാൻ സാധ്യത. അവന്മാരുടെ ഫ്ലെക്സ് വെക്കും. അവന്മാരുടെ ഫ്ലെക്സ് വെച്ച് ഹീറോകളായി അവന്മാർക്ക് ആരാധകരുടെ ഒരു 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 എന്താ പറയുക, ഒരു വലിയ ബഹളമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ യാഹ്യ സിൻവറിനെ കൊല്ലപ്പെട്ടപ്പം നിങ്ങളുടെ രക്തം ഞങ്ങൾക്ക് വഴികാട്ടിയാവുമെന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് വെച്ചത് അതാണ്. അപ്പം ഞാൻ പറഞ്ഞ യാഹ്യ സിൻവറിന്റെ ഫ്ലെക്സ് വെച്ച സ്ഥലത്ത് ഇവന്മാർ ഇസ്രായേലികൾ ഇറക്കി വിട്ടവന്മാർ ഹീറോകളാവും, സോഷ്യൽ മീഡിയ ഹീറോകളാവും. അവന്മാർക്ക് ഞങ്ങൾ കട തരാം, നീ കടഞ്ഞ പേടിക്കേണ്ട, വാടക വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതിൽ സർക്കാരെന്നല്ല, ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ CPM-ഓ കോൺഗ്രസോ രണ്ടും ഒരേ നിലപാടാണല്ലോ. അതുകൊണ്ട് ഇവരാരും അറിഞ്ഞായിട്ട് നടിക്കില്ല. എന്തായാലും രാജ്യത്ത് വരുന്ന ഏത് പൗരനും, അത് ഫലസ്തീൻകാരും അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടത്. ഇവിടെ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരൊറ്റ സിമ്പിൾ. ഒരു ഫലസ്തീൻകാരനായിരുന്നു വന്നിരുന്നു ചോളൂ, കടയിൽ നിന്ന് ഇറക്കി വിട്ടായിരുന്നില്ല, ഇവിടെ എന്ത് സംഭവിക്കും? ഹർത്താൽ ഇല്ലാതായി. ഹർത്താൽ നടത്തിയ അല്ല, സിമ്പിൾ. ഞാൻ പറഞ്ഞത് ഈ ഇസ്രായേലികൾക്ക് പകരം ആ ഇറക്കി വിട്ടിരുന്നത് ഫലസ്തീനുകളായിരുന്നെങ്കിൽ ഈ സമയത്ത് അവർ വെളിയിൽ പറഞ്ഞായിരുന്നെങ്കിൽ അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമായിരുന്നു, ആ കട കത്തിക്കുമായിരുന്നു, സകല ചാനലുകളും അങ്ങോട്ട് ചെല്ലുമായിരുന്നു, ഭയങ്കര വിഷയമായി മാറിയത്. വളരെ കൃത്യമാണ് ഞാൻ പറയുന്നത്. ഓരോ പൗരനും, ഈ രാജ്യത്ത് വരുന്ന ഓരോ പൗരനും സംരക്ഷിക്കപ്പെടണം നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ. മാത്രമല്ല ഇന്ന് നവംബർ 14 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിറന്നാളാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ പ്രധാനമന്ത്രി അദ്ദേഹം തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ വിദേശ നയം രൂപീകരിച്ചത്. നമുക്ക് ഇത്രയും ഒരു ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുത്ത ആൾ നെഹ്റു തന്നെയാണ്. നെഹ്റുവിനെ പലരും തള്ളി പറയുന്നത്, പക്ഷെ അങ്ങനെയല്ല. നെഹ്റു അല്ലേ? അതെ തീർച്ചയായും. കാരണം നെഹ്റു വിശ്വപൗരൻ തന്നെയായിരുന്നു. അദ്ദേഹം വിദേശത്ത് പഠിക്കുകയും ഒരുപാട് വിദേശ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാളും ആയിരുന്നു. അദ്ദേഹം തന്നെയാണ് അങ്ങനത്തെ ഒരു സ്റ്റേജുള്ളൊരു മനുഷ്യൻ ഇറങ്ങി നിന്ന് ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചേരിയേറെ നയമൊക്കെ ഉണ്ടായില്ല. അങ്ങനെ ആ കോൺഗ്രസ്സുകാർ പോലും പക്ഷേ ഇന്നലെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഈ നെഹ്റു ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം തെറ്റായ ചരിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് നെഹ്റു. നെഹ്റു മുസ്ലിം ആണെന്ന് വരെ പറഞ്ഞ് അസംബന്ധമാണ് ശരിക്കും. അങ്ങനെ എന്തെല്ലാം പറയുന്നുണ്ട്. ഈവൻ ഫിറോസ് ഗാന്ധി മുസ്ലിം എന്ന് പറയുന്നവരല്ല, മുസ്ലിം തമ്മിലുള്ള വ്യത്യാസം അവർക്ക് പലപ്പോഴും മനസ്സിലാകാത്ത. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നല്ലോ, ഫിറോസ് ദ ഫോർഗോട്ടൻ ഗാന്ധി എന്നൊരു പുസ്തകമാണ്. അതിന് ചരിത്രം അല്ല, ഈ നെഹ്റു കറകളഞ്ഞ ദേശസ്നേഹിയും കറകളഞ്ഞ ദേശീയ മതേതരവാദിയായിരുന്നു. മാത്രമല്ല അത് യുക്തിവാദിയായിരുന്നു. മതേതരവാദി, തികഞ്ഞ മതേതര. പക്ഷേ ഈ വഖഫ് പോലെയുള്ള സംഭവങ്ങളുടെ തുടർച്ചയും ഇന്ന് ഇന്ത്യൻ ദേശീയത വെച്ച് നോക്കുമ്പോൾ, ദേശസ്നേഹവും ദേശീയത വെച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഭിന്നത തോന്നാം. പക്ഷേ ഇന്ത്യ പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം, ഒരുപാട് പട്ടിണി പാവങ്ങൾ കിട്ടുന്ന രാജ്യത്തെ ഇങ്ങനെ കൊണ്ടുപോകാൻ നെഹ്റുവിന് കഴിഞ്ഞതിന് ആർക്കും അടിത്തറ ഭാഗ്യം. പിന്നെ അദ്ദേഹത്തിന് ഒരു തുടർച്ചയായ കുടുംബത്തിലേക്ക് മകളെ പ്രധാനമന്ത്രി അവിടെ തെറ്റി. അദ്ദേഹം ജീവിച്ചുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതും കേരളത്തിലെ EMS സൗന്ദര്യത്തെ പിരിച്ചുവിടാൻ അതൊക്കെ തെറ്റായിപ്പോയി. അതായത് നെഹ്റുവിന് ഇന്ത്യക്ക് നല്ലൊരു അടിത്തറ കിട്ടും. പക്ഷെ പിന്നീട് നെഹ്റു തനിക്ക് ശേഷമുള്ള രാജ്യത്തിന്റെ അദ്ദേഹം മെനഞ്ഞെടുത്ത ഒരു രീതി ശരിയായില്ല. പിൻഗാമിയായി കുടുംബത്തിൽ നാളൊന്നും ശരിയായി. പിന്നെ അത് തുടർച്ചയായി പോലെ. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി ഇവിടെ മത്സരിക്കാം. ആലോചിച്ച് നോക്കി, അതിന്റെ ഒരു തുടർച്ചയാണല്ലോ. പ്രിയങ്ക ഗാന്ധി വരെ വന്ന് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണ് നെഹ്റു കാണിച്ച പെശക്. കാരണം ഇന്ത്യക്ക് മാത്രം ഉണ്ടായ ഒരു വലിയ ദുരന്തമാണ്. എല്ലാ പാകിസ്ഥാനിലൊക്കെ അങ്ങനെ തന്നെ മാറി മാറി വരുന്നത്. ഒരുത്തം വന്നാൽ പിന്നെ മകനോ മകളോ ആണല്ലോ. ഇടയ്ക്ക് ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിരുന്നു, നെഹ്റുവിനെ BBC നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ. എന്ത് രസമാണ് അത്തരം മറുപടികളൊക്കെ.
അസാധാരണമാണ്. അല്ല, നെഹ്റു ഒരു ഗ്ലോബൽ വിശ്വപൗരൻ. പുസ്തകം മതിയല്ലോ, ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി മതിയല്ലോ അദ്ദേഹം എഴുതിയത്. വിശ്വപൗരൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഇന്ന് പോലും അങ്ങനെ നമുക്കൊരു ബന്ധമുള്ള, നമുക്കൊരു അടുപ്പമുള്ള, നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് സഹകരിക്കുന്ന ഒരു രാജ്യത്ത് രണ്ട് പൗരന്മാർക്ക് ഈ ഒരു ദുരനുഭവം ഉണ്ടായിട്ട് കണ്ടതായി പോലും ഭാവിക്കുന്നില്ല. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ അങ്ങനെയാണ്. ഇസ്രായേലിനെ അനുകൂലിക്കുന്നതോ ആയ ഒന്നും എന്നെ അത്ഭുതപ്പെടുത്തിയതൊന്നുമല്ല. ഇടുക്കിക്കാരിയായ സൗമ്യ അവിടെ കൊല്ലപ്പെട്ടിട്ട് അവളെ തെറി വിളിക്കുമായിരുന്നു. അവളെ ആശ്വസിപ്പിക്കാനോ അവളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ ഇവരാരും പോയില്ല. ഈ സൗമ്യയുടെ പേരിൽ അവരൊരു യുദ്ധക്കപ്പൽ വിമാനം വരെ ഇറക്കി. ഇസ്രായേല് കുടുംബത്തിനെ സഹായിച്ചവർ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ഒരു ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭയങ്കര കുഴപ്പമാണെന്ന് തോന്നുന്ന ഇതൊക്കെ മാറും. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഷിബു ബേബി ജോൺ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി മോദിയെ കണ്ടിട്ട് മാപ്പ് പറയേണ്ടി വന്നു. ഇന്നോ മോദിയെ കാണാൻ വേണ്ടി പിണറായി വിജയൻ, ഇവിടെ വയ്യാത്ത പിണറായി വിജയൻ എത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കുത്തി നിൽക്കുന്നത് കാണാൻ പറ്റി. മകളുടെ കാര്യത്തിൽ എന്തെങ്കിലും സഹായം കിട്ടിയാലെന്ന് ആലോചിച്ചു. ഡൽഹിയിൽ പോകുമ്പോൾ മറ്റേ പ്രതിമയെ കൊണ്ട് സമ്മാനിക്കുന്നു. അല്ല, ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി അവിടെ ഒരു വിജയിച്ച മാതൃക ഉണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തെ മന്ത്രിയാണ് എന്താണ് തെറ്റ്? BJP ഈ അകൽച്ച ഇവർ നിവൃത്തിയില്ലാതായി. കാരണം മോദി അധികാരത്തിൽ വന്നു, BJP അധികാരത്തിൽ വന്നു, നിവൃത്തിയില്ലാതെ. ആ ഒരു കാലം വരും. ഈ പറയുന്ന ഭീകരവാദികളൊക്കെ ഇല്ലാതെ, ഹമാസും മറ്റേ ഹിസ്ബുള്ളയും ഒക്കെ ഇല്ലാതായി അവിടെയുള്ള സകലം. ഇപ്പം തന്നെ ഈയിടെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഈ ഗാസയിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഈ ഹമാസിനെ വെറുക്കുവാണെന്ന് പറഞ്ഞു. അവർക്ക് ജീവിക്കാൻ ഗതിയില്ലല്ലോ. ഖത്തറിൽ പോയി സുഖ ആഡംബര ജീവിതവും ഇത് രണ്ടും പോയി. ഈ രണ്ട് സംഘടനയും പോയി. ഈ ഫലസ്തീനികൾ, ഇറാൻ്റെ ഭരണവും പോയി. ഇവരെല്ലാം അവിടുത്തെ ജനങ്ങൾ സ്വാതന്ത്ര്യം തിരിച്ചറിഞ്ഞ് ഇവരെയൊക്കെ ഇസ്രായേലിനെ സ്നേഹിക്കുന്ന, ഇസ്രായേൽ ഇവരൊക്കെ സഹായിക്കുന്നതിന് കാലം വരുമ്പോൾ മാത്രമേ ഇവിടെ ചിലപ്പോൾ നന്നായി. എന്നാലും പറ്റത്തില്ല. കാരണം നമ്മളെന്നാലും ഇറാനെയും പാകിസ്ഥാനെയും ഖിലാഫത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ഏറ്റവും അവസാനത്തെ എന്താ പറയുക, ഈ പറയുന്ന ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭൂമിയെ നമ്മൾ അവശേഷിക്കും, തുടർച്ചയുണ്ടാവും. കാരണം കമ്മ്യൂണിസം തകർന്നിട്ട് ഇവിടെ ആണല്ലോ ബാക്കിയുള്ളത്. ഇങ്ങനത്തെ മാലിന്യങ്ങളൊക്കെ ഇവിടെ തുടരും. അതുകൊണ്ട് നമുക്കെന്തായാലും ഒരു ആശ്വാസ വാർത്ത കാണത്തില്ല. പക്ഷേ ഫലസ്തീനികൾക്കും ലെബനീസിനൊക്കെ ആശ്വാസ വാർത്ത. മാത്രമല്ല ഇറാൻ ജനതയ്ക്കും അവരിപ്പോൾ അവിടെ നിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും ഒരുപക്ഷെ ഒരു പരിഹാരം ഉണ്ടാകുന്ന ആളാണ്. എന്തായാലും ഭാരതം ചേർത്ത് പിടിച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിലെ രണ്ട് പൗരന്മാരെയാണ് നമ്മുടെ കൊച്ചു നാട്ടിൽ വെച്ച് അധിക്ഷേപിച്ചിറക്കാൻ ശ്രമിച്ചത്. അതിനെ ധീരമായി ചെറുത്തു തോൽപ്പിച്ച നാട്ടുകാർക്ക്, വ്യാപാരികൾക്ക്, സിദ്ധാർത്ഥ ഡ്രൈവർക്ക് അഭിവാദ്യങ്ങൾ. നിങ്ങളാണ് ഭാരതത്തിൻ്റെ അഭിമാനം. ഈ അഭിമാനം കാത്തുസൂക്ഷിച്ചതിന് അഭിവാദ്യങ്ങൾ. നന്ദി.